സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തെ നിർണായകമായി മാറ്റിമറിച്ച ഒരു ബൈബിൾ വചനമാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 21-ാമത്തെ വാചകമാണ്. അപ്പോൾ ഇത് എന്നോട് എൻ്റെ ഒരു പേഴ്സണൽ ക്രൈസിസിൽ ഉപദേശമായിട്ട് തന്നതാണ്. ഞാൻ കലാലയത്തിൽ പഠിപ്പിക്കാൻ ആരംഭിച്ച കാലത്ത് ഞാൻ ഒരു വൈദികനോട് പറയുകയാണ്, ഈ മനഃശാസ്ത്രപരമായിട്ട് ശരിക്ക് ഈ പല്ലിന് വൈകല്യമുള്ള ഒരു വ്യക്തിയെ സർക്കാർ സർവീസിൽ എടുക്കില്ല. അതിൻ്റെ കാരണം പല്ലിന് ഇപ്പം എന്നെപ്പോലെ ഈ പല്ല് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവന് സ്വാഭാവികമായിട്ട് ഒരു അപകർഷതാബോധം അവൻ്റെ ഉള്ളിൽ നിറയും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇത്തരത്തിൽ പല്ലുള്ളവരെ സർക്കാർ ജോലിയിൽ പ്രവേശിപ്പിക്കില്ല. പക്ഷേ എനിക്കെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കൊല്ലം ഫാറ്റിമ കോളേജിൽ ജോലി കിട്ടി. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് അപകർഷതാബോധം ഉണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഈ പല്ലുകളൊന്നും നോർമലല്ല എന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് നോർമൽ പല്ല് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പം നോർമൽ സി, ഞാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ. പക്ഷെ നോർമൽ പല്ല് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, നോർമൽ മനുഷ്യൻ ആരാണെന്ന് നിർവഹിച്ചു തരാം. എന്നിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത്, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫ്രാൻസിസ്, മനഃശാസ്ത്രത്തിൽ ഓട്ടോ സജഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണ്? ദൈവമേ, അങ്ങ് എന്നെ അങ്ങയുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ് ആ മെത്തേഡ്. ഇത് ആയിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് ആയിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ് എനിക്കൊരു മുഖമുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് എൻ്റെ അധ്യാപന ജീവിതവും പൊതു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ധൈര്യവും എനിക്ക് സിദ്ധിച്ചു കിട്ടിയത്. അതൊരു പേഴ്സണാലിറ്റി കറക്ഷൻ മാത്രമല്ല, പിന്നീട് ഞാൻ മനസ്സിലാക്കി, എൻ്റയർ ബൈബിളിനെയും ക്രിസ്തീയ ദൈവശാസ്ത്രത്തെയും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിത്തറ കിടക്കുന്നത് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ വാചകത്തിൻ്റെ മനസ്സിലാക്കലാണ്. അതാണ് കീ. കാരണം അവിടെയാണ് ദൈവശാസ്ത്രവും മനുഷ്യശാസ്ത്രവും ഒന്നായി തീരുന്നത്. അവിടെ തിയോളജിയും ആന്ത്രപ്പോളജിയും ഒന്നുചേരാണ്. പക്ഷേ മനുഷ്യന് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തെയും മനുഷ്യനെയും അവന് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ലിങ്ക് ലഭിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയും, നിങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ഛായയിലാണ്. പക്ഷെ ഞാൻ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ തന്നെ ചിന്തിച്ചു നോക്കി, എൻ്റെ മുഖമാണോ ദൈവത്തിൻ്റെ ഛായ? അപ്പോൾ എനിക്ക് ശങ്കരാചാര്യർ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഓർമ്മ വന്നു. എന്താണ് ആ ഉദാഹരണം എന്ന് പറയുന്നത്? ആലിൻകുരു ആണ്. ആ ആലിൻകുരുവിൽ നിന്ന് ആലുണ്ടായ പോലെയാണ് ആദിമ യാഥാർത്ഥ്യം ഒരു വിത്ത് പോലെ കിടന്ന് അതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായതെന്ന് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് ആ സാധനം. അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു സത്യമാണ്. അപ്പം മനുഷ്യൻ ഒരു വിത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഉദാഹരണം പറഞ്ഞാൽ, തെങ്ങ് നാളികേരത്തെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, നാളികേരത്തെ കാണുമ്പോൾ തെങ്ങുണ്ടെന്നല്ല, തെങ്ങിൻ്റെ പോലത്തെ ഒന്നല്ല.
നാളികേരത്തിൻ്റെ ഉള്ളിൽ ഒരു ഹിഡനായിട്ടുള്ള ഒരു തെങ്ങിരിപ്പുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവഛായ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് യാഥാർത്ഥ്യമല്ല, ഒരു സ്ഥിരമായി നിൽക്കുന്ന യാഥാർത്ഥ്യമല്ല. അത് ഡൈനാമിക് യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യലാണ്. കോഴിമുട്ടയുടെ അകത്ത് കോഴി ഇരിക്കുന്ന പോലെ, നാളികേരത്തിൻ്റെ അകത്ത് തെങ്ങിരിക്കുന്ന പോലെ, ആലിൻകുരുവിൻ്റെ അകത്ത് ആലിരിക്കുന്നത് പോലെ, എക്കോണിൻ്റെ അകത്ത് ഓക്കുമരം ഇരിക്കുന്ന പോലെ. എക്കോണും ഓക്കും ഞാൻ ഉപയോഗിക്കാൻ കാരണം അതാണ് നൂറ്റാണ്ടുകളായിട്ട് വെസ്റ്റേൺ ഫിലോസഫി ഉപയോഗിക്കുന്ന ആലിൻകുരുവിന് പകരമുള്ള ഒരു ഉദാഹരണം. അതുപോലെ മനുഷ്യൻ്റെ അകത്ത് പൊട്ടൻസി ഉണ്ട്. ആ പൊട്ടൻസിയാണ് ഡിവൈൻ ഇമേജ്. ആ ഡിവൈൻ ഇമേജ് മനുഷ്യനിലുണ്ട് എന്നാണ് ഞാൻ ആദ്യം തിരിച്ചറിയുന്നത്. പിന്നീട് പ്രിയമുള്ളവരെ, ആ ഇമേജ് എന്താണ്, ആ പൊട്ടൻസി എന്താണ്, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഡൽഫി ക്ഷേത്രത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഹേ മാൻ നോ ദൈസെൽഫ്. ഹേ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. അപ്പം എന്നിലുള്ള ദൈവഛായ തിരിച്ചറിയുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യമായിട്ട് ഗ്രീക്ക് ഫിലോസഫി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. കാരണം എൻ്റെ ഛായയും ദൈവത്തിൻ്റെ ഛായയും ഒന്നായതിനാൽ എന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാം. ഇവിടെ ചിലർക്ക് ഇത് ശങ്കരാചാര്യരുടെ തത്വമായിട്ട് ഒന്നായിട്ട് തോന്നാം. ആകെ ഒരു ഡിഫറൻസ് ഉള്ളൂ. ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് ഞാനും ദൈവവും ഉള്ള തത്വം ഒന്നാണ്. ഞാൻ പറയുന്നതനുസരിച്ച്, എൻ്റെ ബൈബിൾ വ്യാഖ്യാനം അനുസരിച്ച് അതല്ല. ദൈവം ഒറിജിനലും ഞാൻ ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട റെപ്ലിക്കയുമാണ്. അപ്പോൾ റെപ്ലിക്ക എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒറിജിനലിനെ കാണണം. അതുകൊണ്ടാണ് ദൈവത്തെ ധ്യാനിക്കുമ്പോഴാണ് എന്താണ് ഞാൻ എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് സ്വന്തം ഛായ അവൻ അറിയണമെങ്കിൽ, ഞാൻ ആരാണ്, എൻ്റെ പൊട്ടൻസി എന്താണ് എന്നറിയണമെങ്കിൽ അവൻ ദൈവത്തെ കണ്ടാൽ മാത്രമേ അവനാരാണെന്ന് തിരിച്ചറിയുള്ളൂ എന്നതാണ് ഓൾഡ് ടെസ്റ്റമെൻ്റ് മുഴുവൻ കിടക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പറയും, ദൈവമേ അങ്ങയുടെ മുഖം പ്രകാശിക്കണമേ, അങ്ങനെ ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. കാരണം അവരന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ മുഖമാണ്. ഗ്രീക്കുകാരന്വേഷിക്കുന്നത് മനുഷ്യൻ്റെ ആന്തരികതയാണ്. അപ്പോൾ ഒരാൾ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് നടക്കണത്, വേറൊരാൾ പുറത്തേക്ക് നോക്കിയിട്ടാണ് നടക്കണത്. ഒരാൾ അകത്തേക്കാണ് നോക്കണത്, ഒരാൾ ആകാശത്തേക്കാണ് നോക്കണത്. ഇതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുക എവിടെ വെച്ചിട്ടാണ്? ഇവിടെയാണ്. ദൈവത്തെ കാണാൻ ഒരു വഴിയില്ല. ഞാൻ യഹൂദ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തെ കാണാനായിട്ടൊരു വഴിയില്ല. കാരണം വിഗ്രഹമില്ലല്ലോ. വിഗ്രഹമില്ലാണ്ട് എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുക? അപ്പോഴാണ് എനിക്ക് ദൈവത്തെ കാണേണ്ടത് ദൈവത്തിനെ കാണാനല്ല, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ഞാനൊരു കാഴ്ച കാണുന്നത്. എന്താണ്? ഒരു സമരിയക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു സംസാരിച്ച് അവൾക്ക് സന്തോഷമായിട്ട് അവൾ വീട്ടിലേക്ക് അവളുടെ നാട്ടിൽ പോയിട്ട് അവിടെയുള്ളവരോട് പറയാണ്, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരുവനെ ഞാൻ കണ്ടു. അവനെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഇതാണ് അവൾ പറഞ്ഞത്. അപ്പം പ്രിയമുള്ളവരെ, ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് വളരെ ഷാലോ ആയിട്ടുള്ള അർത്ഥമാണ്. എന്തർത്ഥാണ്? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നും ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ലാന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതല്ല. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർ അന്വേഷിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ആരാകുന്നു?
ഞാൻ ദൈവത്തിൻ്റെ ഛായയാണോ, ഞാൻ ദൈവമാണോ? ഇതൊക്കെ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ, ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് സമരിയക്കാരി പറയുന്ന വാചകത്തെ കൂട്ടിച്ചേർത്താലാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു അവളോട് പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ യേശുവിനെ കുറിച്ച് അവൾ പറയുന്നത്, ഞാൻ ആരാണെന്ന്, എൻ്റെ ഛായ എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരുവനെ ഞാൻ കണ്ടു. പ്രിയമുള്ളവർ, ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ ഛായയും സാദൃശ്യവും ആരാണ് ആക്ച്വലി? അത് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ഛായ എന്താണെന്ന് അതാണ് സങ്കീർത്തകൻ പാടിയത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഞാൻ നോർമൽസിയിൽ നിന്ന് അകന്നു പോയവനാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഛായയിൽ നിന്ന് ഞാൻ അകന്നു പോയതാണ്. ഞാൻ മനുഷ്യനല്ല. അത് പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാചകത്തിലും കിടപ്പുണ്ട്. ദൈവം ആദാമിനെ, അത് ആദാം എന്നല്ല ഞാൻ പറയണ, മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ആദാം തൻ്റെ മകനെ തൻ്റെ തന്നെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ദൈവം ആദാമിനെ ദൈവത്തിൻ്റെ ഛായയിലും ആദാമിൻ്റെ മകനെ ആദാമിൻ്റെ ഛായയിലും സൃഷ്ടിച്ചു. ഈ അകൽച്ച, ദൈവത്തിൻ്റെ ഛായയിൽ നിന്ന് പാപം ചെയ്ത ആദാമിനുള്ള ഈ അകൽച്ച ഉള്ളത് കൊണ്ടാണ് ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തിലെത്താത്തത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഒരുവൻ ഞാൻ ആരാണ്, എൻ്റെ ഛായ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ദൈവം മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല, വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കൃത്യം പ്രതിരൂപമാണ്, ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവം ആരാണെന്ന് കാണാൻ വേറെ മാർഗമില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഛായ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് യേശു ക്രിസ്തു അല്ലാതെ വേറെ മാർഗമില്ലേ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിൽ ജനിച്ച ഒരാളെ കുറിച്ച് പറയുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതല്ലേ ഫിലിപ്പോസ് പറഞ്ഞത്, ഗ്രീക്കുകാർ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എന്തിനാ അന്വേഷിച്ച് വരണത്? അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കണം. എനിക്ക് ദൈവത്തിൻ്റെ മുഖമാണ് കാണേണ്ടത്. ദൈവത്തിൻ്റെ ഛായ കാണാൻ നീ വേറൊരിടത്തിലും പോകണ്ട ഫിലിപ്പോസെ, എന്നെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം കാണുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, യേശുവിനെ കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം മാത്രമല്ല കാണുന്നത്, യേശുവിനെ കാണുമ്പോൾ ഞാൻ എൻ്റെ മുഖഛായയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ദൈവം മനുഷ്യനെ, ബ്രാക്കറ്റിൽ കൂടി എഴുതണം, KM ഫ്രാൻസിസിനെ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. പ്രിയമുള്ളവർ, ഇതാണ് ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിൻ്റെ ബേസിസ്. ഇത് പറയാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ധൈര്യമില്ല, ക്രിസ്ത്യാനികൾക്ക് ധൈര്യമില്ല. എന്ത്? എന്നെ സൃഷ്ടിച്ചത് ഓരോരുത്തരും പറയണില്ല, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ആ ദൈവത്തിൻ്റെ ഛായയിലുള്ള പൂർണ്ണ രൂപം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കാണുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പൈറ്റിയിൽ ഒരു പാട്ടുണ്ട്, എന്താണ്? യേശുവിനെ പോലെയാകണം, എനിക്കേശുവിനെ പോലെയാകണം, നന്മ ചെയ്ത് നാടുനീളെ പോയ യേശുവിനെ പോലെയാകണം. അത് വിശുദ്ധ പൗലോസ്ലീഹയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുവിൻ. പ്രിയമുള്ളവരെ, ഇതാണ് അനേക വർഷം ഇത് പറയാൻ കത്തോലിക്ക സഭയ്ക്കും മറ്റു സഭകൾ ഇപ്പോഴും പറയണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മടിയാണ്. കാരണം യേശുവിലെ മനുഷ്യഛായ സബ്സൈഡ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ ഗൗദിയം എറ്റ് സ്പെസിലാണ് എക്സ്പ്ലിസിറ്റായിട്ട് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഛായ ദൈവത്തിൻ്റെ ഛായയാണ്. മനുഷ്യൻ ആരാണെന്ന്
വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ യേശുവിനെ കാണുമ്പോൾ യേശു എനിക്ക് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതിനെ ഒരു ഡോക്യുമെൻറ്റിൽ ആദ്യമായിട്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ, ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നത് ഗൗദിയം എക്സ്പ്രസ് 22-ാമത്തെ ഖണ്ഡികയിലാണ്. അതാണ് ക്രിസ്ത്യൻ സോഷ്യൽ ഡോക്ട്രിൻസിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ. ഈ കാര്യം മനസ്സിലാക്കാതെ ക്രിസ്തീയ സാമൂഹ്യ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പറയുന്നവനും മനസ്സിലാവില്ല, കേൾക്കുന്നവനും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താണെന്ന്, മനുഷ്യൻ്റെ വില എന്താണെന്ന് കാണിച്ചു തരുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കണേ. അപ്പം പ്രിയമുള്ളവരെ, ഈ ഗൗദിയം എക്സ്പ്രസ്സിൽ ഈ കാണുന്ന യാഥാർത്ഥ്യം ചരിത്രത്തിലെ മുൻപ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ചെന്തേസിമൂസ് അന്നൂസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൻ്റെ 55-ാം ഖണ്ഡികയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളാറാമൻ പറഞ്ഞൊരു കൊട്ടേഷൻ കോട്ടിയാണ്. എന്താണ് പോളാറാമൻ പറയുന്നത്? സിയന്നയിലെ കാതറിൻ യേശുവിനെ നോക്കി പറഞ്ഞു, യേശുവേ, നിന്നെ കാണുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് മനുഷ്യൻ തൻ്റെ തന്നെ സ്വഭാവത്തെ കണ്ടെത്തുന്നത്. ഇതാണ് ആ വാചകം. അപ്പം പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടാൽ ദൈവത്തെ കാണുന്നു, യേശുവിനെ കണ്ടാൽ ദൈവത്തെ കാണുന്നു, യേശുവിനെ കണ്ടാൽ ദൈവത്തെ കാണുന്നു, യേശുവിനെ കണ്ടാൽ ദൈവത്തെ കാണുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ യേശുവിനെ കാണുന്നവൻ അവനവനെ കാണുന്നു, യേശുവിനെ കാണുന്നവൻ അവനവനെ കാണുന്നു, യേശുവിനെ കാണുന്നവൻ അവനവനെ കാണുന്നു എന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ ക്രിസ്ത്യാനികളായ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യാണ്. ക്രൈസ്തവർ ഇത് സ്വീകരിക്കേണ്ട, കാരണം അവരവരുടെ ചിന്തകളും ആയിട്ട് പൊക്കോട്ടെ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ക്രിസ്ത്യൻ ഓഡിയൻസിനോടാണ് പറയണത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് യേശു ക്രിസ്തു ദൈവത്തെ മാത്രമല്ല കാണിച്ചു തരണേ, അവനവനെ കാണുന്നു എന്ന് കാണിച്ചു തരിക. കാരണം അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി നിങ്ങൾ അടച്ചു കളയുകയാണ്. പ്രത്യേകിച്ച് എന്താണ് ഗൗദിയം എക്സ്പ്രസ് എന്ന ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ആ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ജോൺ പോൾ രണ്ടാമൻ്റെ എല്ലാ പ്രബോധനങ്ങളിലും ഈ ആശയം എപ്പോഴും റിപ്പീറ്റ് ചെയ്തു വരികയാണ്. അടുത്ത കാലത്ത് ഇവിടെ ഒരു സെമിനാരിയിൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ എങ്ങനെ ഇന്ത്യൻ സഭയെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു സെമിനാർ നടത്തുകയുണ്ടായി. ആ സെമിനാറിൽ ഒരിക്കലും ഗാദിയം എക്സ്പ്രസിൻ്റെ പ്രത്യേകത വരുന്നില്ല. ഗാദിയം എക്സ്പ്രസ് സഭ ആധുനിക ലോകത്തിൽ, പ്രിയമുള്ളവരെ, ആ ഡോക്യുമെൻ്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മുൻപുണ്ടായിരുന്നതിൻ്റെ അഡിഷൻസാണ്. ഈ ഡോക്യുമെൻ്റ് ഒരു റവല്യൂഷണറി ഡോക്യുമെൻ്റ്. പക്ഷെ ആ ഡോക്യുമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെ പഠിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. ലിയോ 14 മാർപ്പാപ്പ പറയുന്നത് ആ ഒരു ഹ്യൂമനിസ്റ്റ് ഡയമെൻഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവാണ് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ആരാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലാക്കാത്ത എല്ലാ ബൈബിൾ വ്യാഖ്യാനങ്ങളും അത് ഫലശൂന്യമാണ്, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ലിയോ 14 മാർപ്പാപ്പ പറയുന്നുണ്ട്. അതിൻ്റെ 30-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാമൂഹികപരമായ യാഥാർത്ഥ്യങ്ങളെ പരാമർശിക്കാതെയാണ് സുവിശേഷം വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് സുവിശേഷ പ്രസംഗമേ അല്ല. ഈ അർത്ഥത്തിൽ നമ്മൾ പറയുന്ന 90% കാര്യങ്ങളും മനുഷ്യബന്ധങ്ങൾ, രാഷ്ട്രീയം, സാമ്പത്തികം എന്നീ മേഖലകളെ വിശദീകരിക്കാനും ട്രാൻസ്ഫർമേഷനും സഹായിക്കാവുന്ന വിധത്തിൽ യേശു ക്രിസ്തു തന്ന സന്ദേശത്തെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം പൊള്ളയാണെന്ന്
ആണ് ഈ ഡോക്യുമെൻറ്റിലെ 30-ാം ഖണ്ഡിക പറയുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല വീണ്ടും ആവർത്തിക്കുകയാണ്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ഛായയിലാണ്. അത് കുഷ്ഠരോഗീനിൻ, അധകൃതനിൻ, മുതലാളിയനിൻ, ഉന്നത കുലജാതനിൻ എല്ലാവർക്കും ഒരേ ഛായയുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഹൃദയത്തിൽ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുകൂടി രൂപപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.